30 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പ്ലസ് ടു വിദ്യാർത്ഥി എന്ന നിലക്ക് നിങ്ങളിപ്പം 2 തരം അവസ്ഥയിലൂടെ കടന്നു പോവുക. ഒന്ന്, ഓണം എക്സാം 30 ദിവസം കഴിഞ്ഞ് ആരംഭിക്കുന്നു. ജൂലൈ 15-ന് എൻ്റെ പ്ലസ് 1 റിസൾട്ട് വരും. രണ്ടിനും എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും ടെൻഷൻ അനുഭവിക്കുന്നുണ്ടാവും. അത് ക്ലിയർ ചെയ്യാൻ വന്നിട്ടുള്ളത് വെൽക്കം ടു എഡ്യൂപോഡ് പ്ലസ് 2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. മക്കളെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, മടി പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്ലസ് 1 റിസൾട്ട് എന്തായാലും ജൂലൈ 15-ന് വരും. ആ റിസൾട്ട് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. നിങ്ങൾ എന്താണോ പ്ലസ് 1 പബ്ലിക് എക്സാം എഴുതിയത് അതിൻ്റെ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ജൂലൈ 15-ന് വരാം. പക്ഷേ റിസൾട്ട് നിങ്ങൾക്ക് ഒന്ന് തിരുത്താനൊരു അവസരമുണ്ട്. 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം അല്ലേ? അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരാൾ നമ്മുടെ ഓണം എക്സാമാണ്. കാരണം ഓണം എക്സാമിന് ഇനിയുള്ളത് 30 ദിവസം. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഒരു 25-30ഓളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തവണത്തെ ഓണം എക്സാമിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് സെൻട്രലൈസ്ഡ് എക്സാമാണ്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് നടത്തുന്ന സെൻട്രലൈസ്ഡ് എക്സാമാണ്. അത് മാത്രമല്ല, സ്കീം ഓഫ് വർക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അതായത് നിങ്ങളുടെ സിലബസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് സിലബസിലെ ചാപ്റ്റേഴ്സിനനുസരിച്ചുള്ള എക്സാം ആയിരിക്കും ഇത്തവണ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇറക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും. ഈ ഓണം എക്സാമിന് എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം? വൈ യു ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ ഓണം എക്സാം? ഇത് പല കുട്ടികളും ചോദിക്കുന്നുണ്ട് അല്ലേ? ഓണം എക്സാമിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ പ്ലസ് 2 പബ്ലിക് എക്സാമിൻ്റെ 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓണം എക്സാമിന് കവർ ചെയ്യാൻ സാധിക്കും. ഈ 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓണം എക്സാമിന് കവർ ചെയ്യാൻ സാധിച്ചാൽ പിന്നെ വരാൻ പോകുന്ന ക്രിസ്മസ്, മോഡൽ, പബ്ലിക് ഈ എക്സാമിനൊക്കെ ഈ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്താൽ മതി? ഒന്ന് റിവൈസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ പ്ലസ് 1ലേക്ക് ഞാനൊന്ന് കൊണ്ടുപോകാൻ. പ്ലസ് 1-ൽ നിങ്ങൾക്ക് ഓണം എക്സാം ഇല്ലായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് മിഡ് ടേം എക്സാം എന്നുള്ള പേരിൽ ജസ്റ്റ് ഒരു എക്സാം നടത്താണ് ചെയ്തത്. അപ്പോൾ ഓണം എക്സാം നിങ്ങൾ പ്ലസ് 1 സീരിയസ് ആയിട്ട് പഠിക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ ഫേസ് ചെയ്ത ഫസ്റ്റത്തെ എക്സാം ഡിസംബറിലെ ക്രിസ്മസ് എക്സാം ആയിരുന്നു. അതിലും നിങ്ങൾ മെജോറിറ്റി ആളുകളും സീരിയസ് ആയി എടുത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലസ് 1-ൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ടഫായി തോന്നി. ആ ഒരു മിസ്റ്റേക്ക് മക്കളെ നിങ്ങൾ പ്ലസ് 2-ൽ ചെയ്യരുത്. പ്ലസ് 2 ഓണം എക്സാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, പ്ലസ് 2 ഓണം എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, പ്ലസ് 2 ഓണം എക്സാം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ പ്ലസ് 2-ൻ്റെ 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണം എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? ഒരു മോക്ക് എക്സാം വേണം. അതായത് നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ അതേ വെയിറ്റേജിൽ അതേ ചാപ്റ്റേഴ്സിൽ നിന്ന് അതേ രീതിയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മോക്ക് എക്സാം വേണം. പരമാവധി PYQs റെഫർ ചെയ്യണം. PYQs റെഫർ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ വേണം അല്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പലപ്പോഴും ഡൗട്ട് ക്ലിയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് മണിക്കൂറുകളോളം ഇരുന്ന് ചാപ്റ്റർ കാണാൻ നേരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്ത് വേണം? സ്ട്രെച്ചിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ട് ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കുകയും വേണം. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ എഡ്യൂപോഡിൻ്റെ ഓണം എക്സാം സ്പെഷ്യൽ ബാച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ സാറേ പരസ്യമായിട്ട് വന്നതാണല്ലേ, ഫ്രീ പ്രൊമോഷൻ ആയിരുന്നല്ലേ, ഇതിനായിരുന്നു സാറ് വന്ന് നിങ്ങൾ മനസ്സിൽ തോന്നാം. പക്ഷെ നമ്മൾ റിയാലിറ്റി ഞാൻ പറയട്ടെ, നമുക്ക് ഓണം എക്സാം നമ്മൾ പഠിക്കണമെങ്കിൽ, ഓണം എക്സാമിന് കൃത്യമായ രീതിയിൽ നമ്മൾ പഠിക്കണമെങ്കിൽ, ഓണം എക്സാമിന് നിങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കണമെങ്കിൽ എഡ്യൂപോഡിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. യൂട്യൂബിൽ ക്ലാസ് ഉണ്ടാകും, പക്ഷേ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ യൂട്യൂബിൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ഓണം എക്സാം റിലേറ്റഡ് ആയിട്ട് മോക്ക് എക്സാം ഉണ്ട്, PYQs തരുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ വാട്സപ്പ് നമ്പർ കിട്ടും. ആ വാട്സപ്പ് നമ്പറിലൂടെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് ഡൗട്ടുകൾ ചോദിക്കാം. ഒരു ചാപ്റ്റർ 5-6 മണിക്കൂർ കാണാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അത് സെറ്റാക്കാനുള്ള 1 ഷോട്ട് റിവിഷൻ നമ്മുടെ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി, ഓണം എക്സാമിന് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെൻഡിങ് വരിക 30% ചാപ്റ്റേഴ്സാണ്. ആ 30% പെൻഡിങ് വരുന്ന ചാപ്റ്ററുമായിട്ട് വേണം നിങ്ങൾ ഓഗസ്റ്റിന് ശേഷം പഠിക്കാൻ. മറിച്ച് ഈ ഒരു ജൂലൈ മാസം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, ജൂലൈ മാസം നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, ജൂലൈ മാസം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് റിസൾട്ട് നേടാൻ സാധിക്കും. കാരണം ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു തന്നാൽ ക്രിസ്മസിന് മോഡലിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് റിവിഷൻ നടത്തി കൊടുത്താൽ മതി. സോ നിങ്ങൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, സാറേ ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൂടി സെറ്റാക്കി തരും. എന്താ ചെയ്യുക? നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂപോഡിൻ്റെ ഓണം എക്സാം സ്പെഷ്യൽ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പ്ലസ് 1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്, അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ക്ലാസ്, അതിൻ്റെ എക്കണോമിക്സ് ഫൗണ്ടേഷൻ ക്ലാസ് ഫ്രീ ആയിട്ട് നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ക്ലാസ്, എക്കണോമിക്സ് ഫൗണ്ടേഷൻ ക്ലാസ്, ഇതിൻ്റെ കൂടെ പ്ലസ് 1 ഇമ്പ്രൂവ്മെൻറ്റ്, ഈ 3 കാര്യങ്ങളും നിങ്ങൾ എഡ്യൂപോഡിൻ്റെ പ്ലസ് 2 ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അവിടെ എക്സാം ഓറിയൻറ്റഡ് സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്, പേഴ്സണലൈസ്ഡ് ട്രെയിനിങ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എഡ്യൂപോഡിൻ്റെ മെൻറ്റേഴ്സ് അവിടെ കാത്തിരിക്കുന്നുണ്ട്. പഠിച്ചോ ഇല്ലയോ ചെക്ക് ചെയ്യാനായിട്ട്, ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും PYQs, നോട്ട്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എഡ്യൂപോഡിൻ്റെ ഓണം എക്സാം സ്പെഷ്യൽ ബാച്ചിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ ഒരു ബാച്ച് ഓണം എക്സാം കഴിഞ്ഞാൽ കഴിഞ്ഞു പോവോ? ഇല്ല, ഓണം എക്സാമിന് ശേഷം നിങ്ങൾക്ക് എന്തുണ്ട്?
ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഈ അക്കാഡമിക് ഇയർ അവസാനം വരെ നിങ്ങളെ കൂടെ ഇരുത്തി പഠിപ്പിച്ച് സെറ്റാക്കി ഉഷാറാക്കി ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടിത്തരാനുള്ള ബാച്ചാണ് എജ്യൂപോർട്ടിൻ്റെ ഓണം എക്സാം സ്പെഷ്യൽ സൂപ്പർ ബാച്ച്. ഈ സൂപ്പർ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കൂടി ഫ്രീ ആയിട്ട് കിട്ടും. 1 +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ, 2 ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ, 3 എക്കണോമിക് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ. ഇത് 3ഉം കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മക്കളെ അവസരം 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 അത് നിങ്ങളെ തേടി വരികയാണ്. നിങ്ങളെ തേടി വരുന്ന അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങളെ അടുത്തേക്ക് വന്ന അവസരത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. കുറച്ച് സമയം കുറച്ച് പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്കുള്ള ഫീസ് 5499 ആണ്. ഈ ഫീസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഈ ഫീസ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ഫീസ് നിങ്ങൾക്കായി മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ ഡെഫിനറ്റ്ലി ഈ ഒരു കൊല്ലം നിങ്ങളുടെ കൊല്ലമായി മാറും. ഇല്ലെങ്കിൽ നിങ്ങൾ +1 എല്ലാം അവസാന നിമിഷത്തേക്ക് മാറ്റി വെച്ചിട്ട് +1 ടഫായതിന് റിഗ്രറ്റ് നിങ്ങൾക്കില്ലേ, ആ റിഗ്രറ്റ് ഒഴിവാക്കിയിട്ട് കൂടുതൽ +2 ഫോക്കസ് ചെയ്തുകൊണ്ട് +2 കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിന് കൂടി ഇമ്പ്രൂവ്മെൻറ്റും ഏറ്റവും കൂടുതൽ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ കുട്ടികൾ തോൽക്കുന്ന 2 സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷും എക്കണോമിക്സും സെറ്റാക്കാൻ വേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. കമൻറ്റ് ബോക്സിൽ ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യണം. അവസരം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ. പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ. ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക. മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട. എല്ലാം സെറ്റാക്കി തരാൻ എജ്യൂപോർട്ട് ഉണ്ട്. പക്ഷേ യൂട്യൂബിൽ വളരെ കുറച്ച് ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എജ്യൂപോർട്ടിൻ്റെ ആപ്പിൽ എജ്യൂപോർട്ടിൻ്റെ ബാച്ചിൽ ആണ് നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാവുക. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റാകും. സോ സെറ്റാക്കുക, ഓക്കെ ആക്കുക. കമൻറ്റ് ബോക്സിൽ ഫോം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.